ഇൻകം പ്രൂഫോ മറ്റ് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സോ ഒന്നും തന്നെ നൽകാതെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബേസ് ചെയ്ത് നമുക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്ന വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് മുതൽ ആ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിലും നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. FPL ടെക്നോളജീസ് എന്ന ഫിൻടെക് കമ്പനി ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളുമായിട്ട് ടൈപ്പിൽ വന്നിട്ട് പുറത്തിറക്കുന്ന ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളായ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, SBM ബാങ്ക് തുടങ്ങിയവയെല്ലാം ഇവരുടെ പാർട്ട്ണർ ബാങ്കുകളാണ്. ഇതൊരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ് എങ്കിൽ പോലും ഇതിൻ്റെ മാനേജ്മെൻറ്റ് മൊത്തം നടക്കുന്നത് വൺ കാർഡ് പ്ലാറ്റ്ഫോം ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് ത്രൂ ഡയറക്റ്റ് ആയിട്ട് ഈ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വൺ കാർഡ് പ്ലാറ്റ്ഫോം വഴിയാണ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ജോയിനിങ് ഫീസ് നമ്മൾ നൽകേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് ആനുവൽ ഫീസും വരുന്നില്ല. അതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിൻറ്റ്സ് റെഡീം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് അഡീഷണൽ ചാർജ് ഒന്നും വൺ കാർഡ് ഈടാക്കുന്നതല്ല. രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് വൺ കാർഡ് പുറത്തിറക്കുന്നത്. ഒന്ന് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും, രണ്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കാനുള്ള ചാൻസസ് കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഇവരുടെ പാർട്ട്ണർ ബാങ്കുകളിൽ ഒരു FD ക്രിയേറ്റ് ചെയ്ത് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളിടുന്ന FDക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ എത്ര രൂപയാണോ നിങ്ങൾ FD ഇടുന്നത് അത്രയും തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് നിങ്ങളുടെ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തേതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് FD ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും മറ്റു പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് വൺ കാർഡ് ഒരു പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് നമുക്ക് അപ്രൂവ് ചെയ്യും. അത്രയും ലിമിറ്റുള്ള ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് സ്വന്തമാക്കുവാനും സാധിക്കും. അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ആവുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ബാങ്കുകൾ നമുക്ക് നൽകുന്ന പ്ലാസ്റ്റിക് കാർഡുകൾക്ക് പകരമായിട്ട് ഒരു മെറ്റൽ കാർഡായിരിക്കും വൺ കാർഡ് നമുക്ക് നൽകുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലറ്റ് ലോഡിംഗ്, ബാങ്ക് ട്രാൻസ്ഫർ, അങ്ങനെ ചുരുക്കം ചില ട്രാൻസാക്ഷനുകൾ ഒഴിച്ച് ബാക്കി ഒരുമാതിരി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് ലഭിക്കുന്നതാണ്. ഓരോ 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് ലഭിക്കുന്നത്. ഒരു റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 10 പൈസയ്ക്ക് തുല്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിൻറ്റിന് എക്സ്പയറി ഇല്ല. അതുപോലെ ആ റിവാർഡ് പോയിൻ്റ് റെഡീം ചെയ്തെടുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും നൽകേണ്ടതായിട്ട് ഇല്ല. അതുപോലെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ 3 കാറ്റഗറിയിലെങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടോപ്പ് 2 കാറ്റഗറിക്ക് 5x റിവാർഡ് പോയിൻറ്റ് വൺ കാർഡ് നൽകുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഫ്യൂവൽ പർച്ചേസിനും വൺ കാർഡ് റിവാർഡ് പോയിൻറ്റ് നൽകുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഫ്രാക്ഷണൽ റിവാർഡ് പോയിൻ്റ് ആണ്. 100 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിവാർഡ് പോയിൻറ്റ് നമുക്ക് ലഭിക്കും. എന്നാൽ 199 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റ് ബാങ്കുകൾ 3 റിവാർഡ് പോയിൻറ്റേ നൽകത്തുള്ളൂ. എന്നാൽ വൺ കാർഡ് ഫ്രാക്ഷണൽ പോയിൻ്റ് ഉൾപ്പെടെ 3.98 റിവാർഡ് പോയിൻറ്റ് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഫ്യൂവൽ പർച്ചേസിന് 100% ഫ്യൂവൽ സർചാർജ് വേവിയർ വൺ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്യൂവൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൈസ പോലും അഡീഷണൽ ആയിട്ട് നൽകേണ്ടതായി വരത്തില്ല. മറ്റ് ബാങ്കുകളിലെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ വൺ കാർഡും EMI ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷനെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ EMI പർച്ചേസിനും റിവാർഡ് പോയിൻ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ EMI കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് EMI എമൗണ്ട് എത്ര വരുമെന്നും അതിൻ്റെ അഡീഷണൽ ചാർജ് എന്തൊക്കെ വരുമെന്നെല്ലാം നമുക്ക് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ പല മെർച്ചൻ്റ് ഓഫേഴ്സും വൺ കാർഡ് ത്രൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ ഫോറക്സ് ചാർജ് വരുന്നത് 1% ആണ്. മറ്റ് ബാങ്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ കുറവാണ്. അതുപോലെ ഇതിൻ്റെ ഓൺ ബോർഡിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ കാർഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ KYC ഉണ്ട്. ആ വീഡിയോ KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. അടുത്തായിട്ട് എങ്ങനെയാണ് ഓൺലൈനായിട്ട് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഇത് തികച്ചും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ്. ഇതിലൂടെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഡിസിഷനാണ്. ഈ വീഡിയോയിലൂടെ ആരെയും ക്രെഡിറ്റ് കാർഡ് എടുക്കുക നിർബന്ധിക്കുന്നില്ല. പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുക. വൺ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൺ കാർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്.
താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ഓപ്പൺ ആവുന്നതാണ്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP വരുന്നതാണ്. ആ OTP ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സൈൻ ഇൻ വിത്ത് Gmail എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷന് വേണ്ടി ഒരു 4 അക്ക പിൻ സെറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു 4 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന എനേബിൾ ഫിംഗർ പ്രിൻറ്റ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ഇട്ട് നൽകിയതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന അപ്രൂവ്ഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 rupees ആണ്. എൻ്റെ കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന പാർട്ട്ണർ ബാങ്ക് എന്ന് പറയുന്നത് കാത്തലിക് സിറിയൻ ബാങ്കാണ്, CSB ബാങ്കാണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾ എലിജിബിൾ അല്ല എങ്കിൽ ഇവിടെ FD ഇട്ട് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള ആപ്ലിക്കേഷനുമായിട്ട് മുൻപോട്ട് പോകുക. ലിമിറ്റൊക്കെ പരിശോധിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന ഗെറ്റ് വൺ കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചില പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മദറിൻ്റെ പേര്, ഫാദറിൻ്റെ പേര്, നാഷണാലിറ്റി തുടങ്ങിയ വിവരങ്ങൾ ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മുടെ ഒക്യുപ്പേഷൻ, പ്രൊഫഷൻ, ആനുവൽ ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമ്മൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ ആണോ അല്ലയോ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രാൻഡ് ആക്സസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം താഴെ നൽകിയിരിക്കുന്ന കൺസേണ്ടുകളെല്ലാം ചെക്ക് ബോക്സ് ടിക്കിട്ട് നൽകി താഴെ കാണുന്ന വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ആധാർ KYC കംപ്ലീറ്റ് ആവുന്നതാണ്. ആധാർ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള വീഡിയോ KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സ്റ്റാർട്ട് വീഡിയോ KYC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വീഡിയോ കോൾ വഴി നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. നമ്മൾ നൽകിയ ഇൻഫർമേഷൻ എല്ലാം വീണ്ടും അവർ ചോദിക്കുന്നതാണ്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുക. അത്തരം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ KYC കംപ്ലീറ്റ് ആവുന്നതാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വീഡിയോ KYCയുടെ സ്റ്റാറ്റസ് നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. വീഡിയോ KYC സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ KYCയുടെ സ്റ്റാറ്റസ് ആപ്പിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ വരുന്നതാണ്. ഇവിടെ നമ്മുടെ കാർഡിൽ പ്രിൻറ്റ് ചെയ്യേണ്ട നെയിം കൺഫേം ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കാർഡിൽ പ്രിൻറ്റ് ചെയ്യേണ്ട നെയിം കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ അത് കറക്ഷൻസ് വരുത്തുക. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ അഡ്രസ്സ് കൺഫേം ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺബോർഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിർച്വൽ കാർഡ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആവും. ഫിസിക്കൽ കാർഡ് 7 ദിവസത്തിനുള്ളിൽ നമ്മളിപ്പോൾ നൽകിയിരിക്കുന്ന അഡ്രസ്സിലേക്കായിരിക്കും ഡെലിവർ ആകുന്നത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഓൺബോർഡിംഗ് പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആവുന്നതാണ്. നമ്മുടെ വിർച്വൽ കാർഡ് ആക്ടിവേറ്റ് ആയി എന്നൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഇവരുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നൊരു സ്ക്രീനാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാ വിവരങ്ങളും ഇവരുടെ ആപ്ലിക്കേഷനിൽ ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ ഈ കാർഡിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ട്രാൻസാക്ഷൻ ഇവരുടെ ആപ്ലിക്കേഷനിൽ റിഫ്ലക്റ്റ് ആകും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ OTP ഉപയോഗിച്ചാണ് സാധാരണ ഒതൻറ്റിക്കേഷൻ ചെയ്യാറുള്ളത്. OTP ഒതൻറ്റിക്കേഷൻ വൺ കാർഡിൽ ലഭ്യമാണ്. അതുകൂടാതെ തന്നെ സ്വൈപ്പ് ആൻഡ് പേ എന്നൊരു അഡീഷണൽ ഓപ്ഷൻ കൂടെ വൺ കാർഡിൽ ലഭ്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വൺ കാർഡ് മൊബൈൽ ആപ്പിൽ ലഭിക്കുകയും ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ മർച്ചൻറ്റിൻ്റെ എൻഡിൽ അപ്രൂവ് ആവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ വൺ കാർഡ് ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും അതുപോലെ ഫിസിക്കൽ കാർഡിൻ്റെ അൺബോക്സിങ്ങും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.